ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ അച്ചംപുച്ചം തെറി പറഞ്ഞ് ഇറക്കി വിട്ടതിന് ശേഷം യൂറോപ്പ് ആകെപ്പാടെ കിടുങ്ങിയിരിക്കുകയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ചെയ്തി ഇഷ്ടപ്പെട്ടില്ല. അത് സെലൻസ്കിക്ക് മേൽ ഒരു സഹതാപ തരംഗം യൂറോപ്പിൽ മുഴുവനായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിന്ന് നേരെ സെലൻസ്കി പോയത് ബ്രിട്ടനിലോട്ടാണ്. ബ്രിട്ടനിലെ കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സർക്കാർ ഇയാൾക്ക് രാജകീയമായിട്ടുള്ള സ്വീകരണം നൽകി. പോരാത്തതിന് ഒരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നുണ്ട് അവരവിടെ. ഈ ഉച്ചകോടിയിൽ പല നാറ്റോ രാജ്യങ്ങളടക്കം പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഉച്ചകോടിയിൽ അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ട്രംപുമായിട്ടുള്ള സെലൻസ്കിയുടെ വിഷയത്തെക്കുറിച്ചും അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ്. പക്ഷേ അത് പരിഹരിക്കണം എന്ന രീതിയിൽ തുടങ്ങിയ ചർച്ച ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. പോളണ്ടിന്റെ ഭരണാധികാരിയായിട്ടുള്ള ടസ്ക് അവിടെയുണ്ട്, ബ്രിട്ടന്റെ ഭരണാധികാരിയായിട്ടുള്ള കെയർ സ്റ്റാർമറുണ്ട്. ഇവര് രണ്ടുപേരും ഞങ്ങൾ റെഡിയാണ് യുദ്ധത്തിന് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ടസ്ക് പ്രധാനമായിട്ടും പറയുന്നത് അമേരിക്കയെ നമ്മൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അമേരിക്കയെ ആശ്രയിക്കാൻ കാര്യമില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം യൂറോപ്പിന്റെ ശക്തിയെ മനസ്സിലാക്കണം. യൂറോപ്പിന് അമേരിക്ക, റഷ്യ, ചൈന ഇവർ മൂന്ന് പേരും ചേർന്ന് നിന്നാൽ പോലും അതിലും കൂടുതൽ വലിയ സൈനിക ശക്തിയാണ് യൂറോപ്പ് ഒന്നിച്ച് നിന്നാൽ ഉണ്ടാവാൻ പോകുന്നത്. നാറ്റോ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടസ്ക് പറയുന്നത് പോളണ്ടിനെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇരട്ടി സൈനികർ നമുക്കുണ്ട് എന്നാണ് പോളണ്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ യൂറോപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയെ ആശ്രയിക്കുന്നു. നമ്മൾ പതുങ്ങിയിരിക്കാൻ പാടില്ല, നമ്മൾ സാഹസികമായി കുതിക്കണം എന്നാണ് ഈ ടസ്ക് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടസ്കിന്റെ ഈ ഒരു വെല്ലുവിളി, ഈ ഒരു യുദ്ധ കാഹളം മുഴക്കൽ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ബ്രിട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്, ശരിയാണ് എന്ന് കെയർ സ്റ്റാർമർ വാദിക്കുന്നുണ്ട്. സെലൻസ്കിക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി കാണും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോളണ്ട് ഇങ്ങനെ പറയുന്നത് വലിയ വിനയ്ക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം റഷ്യ പോളണ്ടിനെ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പോളണ്ടിനെ റഷ്യ എങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പോളണ്ട് ഡസൻ സ്റ്റാൻഡ് എ ചാൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യുക്രൈനെ റഷ്യ ആക്രമിക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഒരു മിസ്കോൺസെപ്ഷൻ ഉള്ളത് റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തീർന്നു, യുക്രൈനെ പൂർണ്ണമായിട്ടും ആക്രമിച്ചു കഴിഞ്ഞെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. റഷ്യ 100% ആയുധം പോലും പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് അറിയാവുന്ന നയതന്ത്ര വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും ഒക്കെ പറയുന്നത്. റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എത്രത്തോളം നമുക്ക് കൂട്ടിയാൽ കൂടില്ല. രണ്ടാമത്തെ കാര്യം, നാറ്റോയുടെ ശക്തിയെ വരെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ആയുധങ്ങൾ റഷ്യയുടെ ആയുധപ്പുരയിൽ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ റഷ്യ അടുത്ത പോളണ്ടിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോരാത്തതിന് പോളണ്ട് ഒരു പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കയ്യിൽ, അതായത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു പ്രവൃത്തി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ട് പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം വരാനായിട്ട് കാരണം ഒരേ ഒരു രാജ്യമാണ്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യം. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സകല ആൾക്കാരും യൂറോപ്പ് സമ്പൂർണ്ണ വിജയം കൈവരിച്ച് നിന്ന സമയത്ത് ജർമ്മനിക്ക് ഒന്നും കിട്ടിയില്ല, അതായത് ഒന്നും കൊടുത്തില്ല. കാരണം ഇവർ പിടിച്ചെടുത്ത പല സാധന സാമഗ്രികളും ജർമ്മനിക്കൊന്നും കൊടുക്കാതെ പല രാജ്യങ്ങളോട്ട് വീതിച്ചെടുത്തു എന്നുള്ള ആ ഒരു പരാതിയിൽ നിന്നാണ് ഈ യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ പടച്ചുവിടുന്നത് നമുക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യമായിട്ട് എനിക്കിത് തോന്നുന്നു. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കാരണം ഇതുപോലെ ചെറിയ ചെറിയ ചർച്ചകൾ, കാരണം പരസ്യമായിട്ട് സെലൻസ്കി അങ്ങ് നാണം കെടുത്തുന്ന രീതിയിൽ രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ രണ്ട് അമ്മച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് പോലെ, ഒന്നുമില്ലെങ്കിലും രണ്ടുപേരും ഒരു ഭരണാധികാരികളല്ലേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോർമലായിട്ട് പറയാം, കത്ത് കൊടുക്കാം. ഇത് ഞാൻ നിനക്ക് അത്ര പൈസ തന്നില്ലടാ എന്നിട്ട് നീ ഇങ്ങനെയാണടാ കാണിക്കുന്നത്, ഒരുമാതിരി കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത പോലുള്ള ഒരു സംസാരം. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം നാണം കെട്ടുപോയി സെലൻസ്കി. പക്ഷെ സെലൻസ്കി തിരിച്ചു പറഞ്ഞു, സെലൻസ്കിക്ക് ഒരു സഹതാപ തരംഗമുണ്ടായി. അപ്പോ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പൊ വിചാരിച്ചു കാണും, ഈ വേട്ടാവളിയന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ പോളണ്ടിലേക്ക് അജിത് ഡോവലിനെ കൊണ്ടുപോയത്. കാരണം പോളണ്ടിന് മോദി ഒരിക്കൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. ദേവിയെന്ന് നിങ്ങൾ നാറ്റോയ്ക്ക് തുറന്നു കൊടുക്കരുത്, നിങ്ങൾക്ക് നല്ല പണി കിട്ടും എന്ന് ആ സമയത്ത് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇവന്മാര് കേൾക്കുന്നില്ല. യൂറോപ്പിന്റെ ശക്തി തെളിയിക്കാനായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് അവസാനിക്കും? ഇത് നമ്മളിപ്പോ ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷം നീണ്ടു. പലരും ചോദിക്കുന്നുണ്ട്, ഇതാണോ റഷ്യ വലിയ ശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് യുക്രൈന് മുമ്പിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഉക്രൈൻ ചെറിയൊരു രാജ്യമല്ലേ, റഷ്യ എന്തുകൊണ്ട് മുട്ടുപറപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതിന്റെ കറക്റ്റ് കാര്യം അറിയാത്തതുകൊണ്ടാണ്. റഷ്യ എന്തുകൊണ്ടാണ് ഉക്രൈനിൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാത്തതും വ്യാപകമായ ആക്രമണം നടത്താത്തതിനും ഒരു കാരണമുണ്ട്.
ഉക്രൈന്റെ 17% 18% വരുന്ന ജനത എന്ന് പറഞ്ഞാൽ റഷ്യൻ ജനതയാണ് ഉക്രൈനിലുള്ളത്. ഒന്ന് ഉം, അവരുടെ ആളുകൾ തന്നെ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ ഉം, ജനതയെ പീഡിപ്പിക്കില്ല എന്ന് നേരത്തെ തന്നെ, അത് യുക്രൈൻ ജനതയെ മാത്രവുമല്ല, ഈ റഷ്യ USSR നിന്ന് പിരിഞ്ഞുപോയ അവിടുത്തെ രാജ്യങ്ങളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് അവരുടെ ഒരു നിലപാടാണ്. അത്തരത്തിലൊരു നിലപാട് അവർക്ക് അതെ, നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അതിമാരകം ആയിട്ടുള്ള ഒരു ആയുധവും റഷ്യ ഈ 3 വർഷത്തിനിടയിൽ ഉപയോഗിച്ചിട്ടില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കും, കറക്റ്റ്. ഉക്രൈനെ പോലും രാജ്യത്തിന്റെ മുമ്പിൽ പോലും റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ പോയ റഷ്യ ഒന്നും എടുത്തിട്ടില്ല, ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. വളരെ കുറച്ചായിട്ടുള്ള ആയുധങ്ങൾ മാത്രമാണ് അവരതിൽ യൂസ് ചെയ്തിരുന്നത്. ഇല്ലെങ്കിൽ അവർക്കിപ്പോ ഉക്രൈനെ തീർക്കാനായിട്ട് ഒരു ഒറ്റ മിസൈൽ ഉണ്ടെങ്കിൽ ചുട്ടു ഭസ്മമാക്കാൻ കഴിയും. അവരത് ചെയ്യാത്തതിന്റെ കാരണം അതെ, അവരുടെ അതെ. തന്നെ ആളുകളാണ് അവിടെ കിടക്കുന്നത്. ഒരു 17-18% ഉം. റഷ്യൻ വംശജരാണ്, ബാക്കിയുള്ളതാണ് ഉക്രൈൻ വംശജർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ക്രീമിയ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത്, ക്രീമിയ ഉൾപ്പെടെയുള്ളിടത്ത് കിടക്കുന്നത് റഷ്യൻ വംശജരാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പം അത് അവരുടെ ആളുകളെ തന്നെ അല്ല, കൊല്ലുന്നതിന് അവർക്ക് സോവിയറ്റ് താല്പര്യം യൂണിയനിൽ കൂടുതൽ. നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങളാണല്ലോ റഷ്യ, യുക്രൈന്, ഇതല്ല ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ. ഇതെല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചെച്ചനിയ, പിരിഞ്ഞു അതെ അതെ പോയതാണല്ലോ. അതെ, എല്ലാം. അതെ. കസാഖിസ്ഥാൻ, അപ്പം തജിക്കിസ്ഥാൻ ആ എല്ലാം. എല്ലാമാണ്. അപ്പൊ ഇതെല്ലാം ഇവരുടെ രക്തമാണ്, ബ്ലഡ് ആണ് ഇത്. അപ്പം എല്ലാം പറഞ്ഞു ഉം, വരുമ്പോ ഇവരെല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയാണ്. ഇവർ ഒരു രാജ്യത്തേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവരെ സംബന്ധിച്ച് അപ്പൊ അവരെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യില്ല എന്നൊരു നേരത്തെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അവരെ ഉം, അങ്ങനെ കൊല്ലാനും കഴിയില്ല. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഉം, ഇല്ലെങ്കിൽ ഈ യുക്രൈന്റെ യുദ്ധത്തിലൊക്കെ ഉക്രൈനെ തകർന്ന് തരിപ്പണമാക്കാൻ വളരെ കുറച്ച് സമയം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ട്രംപ് പറയുന്നത്, ഞങ്ങൾ ഉം, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ തീർന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ റഷ്യ ഉപയോഗിച്ച ആയുധങ്ങൾ വെച്ചിട്ട് തന്നെ 2 ആഴ്ചക്കുള്ളിൽ ഉക്രൈൻ തകർന്നേനെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത്. അതിനിടയിലാണ് ഉം, ഉം, ഉം. പോളണ്ടും റഷ്യയും തമ്മിൽ വളരെ കാലമായിട്ട് ശത്രുത ഉള്ള രാജ്യമാണ്. ഏത് നിമിഷവും റഷ്യ ആക്രമിക്കാനായിട്ട് കയ്യോങ്ങി വെച്ചിരിക്കുന്ന രാജ്യവും കൂടിയാണ് ഈ പോളണ്ട്. ഈ പോളണ്ടിനെതിരെ ഉം, ഉം. റഷ്യ ഒന്ന് രണ്ട് മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് അമേരിക്ക പോളണ്ടിന്റെ അതിർത്തിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ പിന്നെ ഈ മിസൈൽ വേദ സംവിധാനങ്ങളും അവരുടെ എയർ സ്ട്രിപ്പുകളും ഒക്കെ കൊണ്ടുവന്ന ഒരു വലിയ വാർത്ത ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് അതെ, അതെ, മുമ്പാണ്, അതെ. ബൈഡൻ ഇരിക്കുന്ന കാലത്തായിരുന്നു. അപ്പൊ തന്നെ പുടിൻ പറഞ്ഞിരുന്നു, ഇതാണ് നീക്കമെങ്കിൽ കംപ്ലീറ്റ് ഞാൻ കയറി UK, അതായത് ബ്രിട്ടൻ അടക്കം ഞാൻ കയറി അടിക്കും എന്ന് പുടിൻ പറയുകയും ചെയ്തു. പിന്നീട് അത് മാറിപ്പോവുകയും ചെയ്തു. അതെ, അതെ. കാരണം പോളണ്ട് ഒക്കെ എന്ന് പറഞ്ഞാല് വളരെ കാലം ഈ യുദ്ധം ചെയ്ത് അത് അനുഭവങ്ങൾ പഠിച്ച ഒരു രാജ്യമാണ്. അവരിപ്പം ഏകദേശം ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഉക്രൈനും രക്ഷപ്പെടാൻ ഒരുപാട് ധാതു സമ്പത്ത് ഉള്ള ഒരു രാജ്യമാണ്. ലോകത്ത് തന്നെ ഈ ഉം, ഉം, ഉം. നമ്മുടെ എന്താ പറയുക, ധാതു സമ്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് കൊണ്ട് അത്ര, നമ്മുടെ ടൈറ്റാനിയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ള, കേരളത്തിലെ ടൈറ്റാനിയത്തിൽ കരിമണലിൽ നിന്ന് കിട്ടുന്ന ഒരു ധാതു ഉണ്ടല്ലോ, എന്താണ് അതെ, അതെ, അതെ. ഇൽമിനേറ്റ് മർ- സ്പോഞ്ച് എന്നോ ആ അങ്ങനെ, അതിന് ഈ യുറേനിയം ഈ ആ സ്പോഞ്ച് എന്നോ ഈ അങ്ങനെ എന്താണ് അതിന് വെടിമ പറയുന്നത്. അതെ, 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 അതെ. ആ യുറേനിയം സ്പോഞ്ച്. വെ- അപ്പൊ അതിന്റെ ഉം, വലിയൊരു ശേഖരമുള്ള സ്ഥലമാണ് ഉക്രൈൻ. അതാണ് ഈ അമേരിക്ക കടന്ന് ഉക്രൈനെ ഉം. പിടിക്കുന്നത്. അത് ലോകത്ത് 7 രാജ്യങ്ങൾക്കേ ഉള്ളൂ. അത് ഇന്ത്യക്ക് കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഈ കൊല്ലത്ത് ഉള്ള നമ്മുടെ രാജ്യത്ത് ഒരു കമ്പനിയുള്ളൂ അത് തന്നെ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ടൈറ്റാനിയം എന്ന് പറയുന്നത്, കൊല്ലത്ത്. അപ്പൊ അതുണ്ട്. അപ്പൊ അങ്ങനെ ഉം. ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഒരു അവിടുത്തെ ഈ ഉരുക്ക് വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം വലിയ രീതിയിൽ ഫേമസ് ആണ്. അവിടത്തെ ഈ ഉരുക്കിന് വലിയ ഡിമാൻഡ് ഉള്ളതുമാണ്. ഇതൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ. പക്ഷെ ഈ തമ്മിത്തല്ലാണ് ഈ ഉം. രാജ്യങ്ങളൊക്കെ തലകീഴായിട്ട് മറിച്ചു കളയുന്നത് എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഈ ഉം. പോളണ്ട് കൂടി ഇതിനകത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി റഷ്യയുടെ ഇപ്പോഴുള്ള നിലപാട് ഇതായിരിക്കില്ല അപ്പോഴേക്കും. കാരണം ഉം. റഷ്യയെ സംബന്ധിച്ച് അവരിപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരുടെ സമ്പത്തിന്റെ ഒരു വലിയ വിഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ഉപരോധമൊക്കെ അതെ. വന്നിട്ട് അവർക്ക് എല്ലായിടത്തും ഇപ്പൊ കച്ചവടം ചെയ്യാൻ പോലും പറ്റാതെ അവർ എന്താ പറയുന്നത്, ആകെ തകർത്ത് ഉം. തരിപ്പണമാക്കി പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് അവർ. ആത്മസംയമനമൊക്കെ ഉം. പാലിച്ച് നിൽക്കും. പക്ഷെ പോളണ്ടൂടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി. പുട്ടിന്റെ ഒരു സ്വഭാവം ഉം. അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് എടുത്തിട്ട് അലക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇവിടെ ഉം. ഏറ്റവും ഉം. വലിയൊരു ഉം. പ്രശ്നങ്ങളുണ്ട്. റഷ്യ ഈ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, USSR ഉണ്ടായിരുന്ന കാലത്ത് ഈ ആണവ നിലയങ്ങൾ റഷ്യയിലെമ്പാടും ഉണ്ടായിരുന്നു. ആ ആണവ നിലയങ്ങള് പിന്നീട് ഈ ഓരോ ചെറിയ സംസ്ഥാനങ്ങളും പിരിഞ്ഞു പിരിഞ്ഞ് രാജ്യമായി മാറിയപ്പോൾ ഈ ആണവ നിലയങ്ങൾ പലതും പല രാജ്യങ്ങളിലുമാണ്. അപ്പോൾ ഈ മിസൈലും ഡ്രോണുകളും അറ്റാക്ക് സംഭവിച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആണവ നിലയം, ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള ഒരു രാജ്യമാണ് USSR ആയിരുന്നു. അപ്പോൾ ഉം. ഇപ്പോഴും ഉം. റഷ്യയിൽ തന്നെയാണ്. അപ്പോൾ ഈ കേന്ദ്രങ്ങൾക്ക് എങ്ങാനുമാണ് അത് പതിക്കുന്നതെങ്കിൽ അതുമൂലം ലോകത്തിനുണ്ടാകുന്ന ദുരന്തം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അതിപ്പോ അതെ. ഉക്രൈനെ ലക്ഷ്യമിട്ടാണെങ്കിൽ പോലും അയച്ച ഒരു മിസൈൽ ഉം. സ്ഥാനം തെറ്റി ഒരു ആണവ നിലയത്തിന് പറ്റുകയോ ആണവ നിലയത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അത് ലോകത്തിന് വരുത്തി വെക്കുന്ന നാശം ചെറുതല്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റഷ്യ ആ ഒരു രീതിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴെന്തായാലും ഉം. നാറ്റോയെ ഒന്ന് ഭയപ്പെടുത്താനാണ് ട്രംപ് തുനിഞ്ഞത്. കാരണം സെലൻസ്കിയെ വിളിച്ചു വരുത്തി ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് മാത്രമല്ല, നാറ്റോ സഖ്യം വിടുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു.
ട്രംപ് നമുക്കിത് വിട്ടിട്ട്, കാരണം നമുക്ക് വലിയ ലാഭമൊന്നുമില്ല, കാരണം നാറ്റോയുടെ ഫണ്ടിന്റെ പകുതി അമേരിക്ക തന്നെ കൊടുക്കുന്നത്. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപിനെ വരട്ടാനായിട്ടായിരിക്കണം ഈ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഞങ്ങൾ ഇപ്പൊ യുദ്ധത്തിന് പോവുകയാണ്, സെലൻസ്കി പിന്തുണ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവരൊരു പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ്, UK ഒന്നും സാമ്പത്തിക സ്ഥിതിയൊന്നും ഇപ്പൊ അത്ര നല്ല മെച്ചത്തിലുള്ളതൊന്നും അല്ല. UK ആയാലും ഇപ്പൊ ഈ സെലൻസ്കിയെ പിന്തുണച്ച് വന്നവരുടെ ഒന്നും സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല. ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ആയുധം വർക്ക് ചെയ്യണമെങ്കിൽ പണം വേണം, ഇതിനുള്ള ഇത് ചലിക്കണമെന്നുണ്ടെങ്കിൽ. ഒരു ദിവസത്തെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപ ചെലവാണ്. അപ്പൊ അതിനുള്ള പണം ആവശ്യമുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും വളരെ കുറവാണ്. പക്ഷേ അമേരിക്കയെ ഒന്ന് വരട്ടാനും ഒന്ന് കൊച്ചാക്കാനും വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ബേസിക്കലി ഈ യൂറോപ്യൻസിന് ഈ അമേരിക്കയുമായിട്ട് അത്ര വലിയ സുഖകരമായ അവസ്ഥയിലല്ല. ഒന്ന്, ഇവരുടെ ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇതിനകത്തുള്ള ഈ ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞത് അവർ ഒരു കാലത്ത് ഈ ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴിലായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു. ആ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ് ആ ഒരു പറയുന്നത്, ഒരു ഹുങ്ക് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കാലം മാറിയപ്പോൾ അമേരിക്ക അവിടുത്തെ ഒരു വലിയ സൂപ്പർ പവറായി എങ്കിൽ പോലും ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും ഒരു ജന്മി സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. തങ്ങൾ ഒരു വലിയ സംഭവമാണെന്നും തങ്ങളുടെ അടിമകളാണ് മറ്റുള്ളവരെന്നും ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുള്ളതാണ്. അവർക്ക് അമേരിക്കയെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളാണ് ഇത്. അതും ഒരു സ്വാഭാവികമായ മാനസിക പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇതുമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇപ്പോൾ ഈ ട്രംപ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വലിയ വിലയും നിലയൊന്നും കൊടുക്കാതെ അവരങ്ങനെ ചെയ്യട്ടെ, ഇവരിങ്ങനെ ചെയ്യട്ടെ, അവർ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായി ട്രംപിന് തിരിച്ചൊരു ഷോക്ക് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇവരൊന്നും യുദ്ധത്തിലേക്ക് പോകണമെന്നും അതിയായി ആഗ്രഹിച്ചിട്ടല്ല ഈ വെല്ലുവിളിയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം പോർവിളികളൊക്കെ മുഴങ്ങുമ്പോൾ വേറെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു രാജ്യം ഒരുപക്ഷെ ഒരു ഇടനിലക്കാരനായിട്ട് രംഗപ്രവേശം ചെയ്ത് പ്രശ്നം തീർത്തേക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇന്ത്യ ആ വഴിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ പോയതുകൊണ്ട് വലിയ ലാഭം നമുക്കില്ല. കാരണം ഇതിനകത്ത് കൈവച്ചിട്ട് ഒരു ലാഭവും നമുക്കില്ല. യുദ്ധം ഉണ്ടായാലും നമുക്ക് ലാഭമൊന്നുമില്ല, യുദ്ധം ഇല്ലെങ്കിലും നമുക്ക് ലാഭമൊന്നുമില്ല. ഇത് യുദ്ധം ഉണ്ടായ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും പ്രതിസന്ധിയിലാകും. ആ അവസരം നോക്കി നമുക്ക് ഇപ്പൊ എണ്ണയോ പിണ്ണാക്കോ ഒക്കെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഇന്ത്യ പൊതുവായിട്ട് നമ്മുടെ ഒരു നിലപാട് നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മളൊരു നിലപാട് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് യുദ്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം റഷ്യയുടെ കൂടെയാണ്, ഇല്ലെങ്കിൽ നമ്മൾ റഷ്യയുടെ ഒപ്പമാണ് എന്ന് തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പം ആൾക്കാർക്ക് കാര്യങ്ങളെ ക്ലിയർ ആണ്. ഇന്ത്യ മാത്രമാണ് ഇതിനകത്തൊന്നും ഒരു അഭിപ്രായം പോലും പറയാതെ ഇരുന്ന രാജ്യം. ഇന്ത്യക്ക് അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. കാരണം അവരായി അവരുടെ പാടായി. കാരണം അവരാരും ഇന്ത്യയുടെ വിഷയങ്ങളിലൊന്നും അവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഹെൽപ്പിന് വരുന്ന രാജ്യങ്ങളോ മറ്റൊന്നും അല്ല. പക്ഷെ ഇത് തോന്നുന്നില്ല ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളത്. കാരണം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ UK അടക്കമുള്ള രാജ്യങ്ങൾ. അവരെങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു ട്രംപിനെ വരട്ടാൻ പറയുന്നതായിരിക്കാം. ഇനി പോളണ്ട് ദൃശ്യാലെങ്ങാനും ഒരു മിസൈൽ വിട്ടാൽ പോലും ധനുഷ് പറഞ്ഞതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ ഒറ്റ മിസൈൽ മതിയാകും. പോളണ്ട് ഇതിനകത്ത് കളത്തിലേക്ക് ഇറങ്ങിയാൽ കളി മാറും. കാരണം നേരത്തെ തന്നെ ട്രംപ് എപ്പോഴും പുടിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നാറ്റോ ഇതിൽ പങ്കെടുത്താൽ എന്റെ സ്വഭാവം മാറും. അങ്ങനെയാണ് ബ്രിട്ടൻ ഒരു വാണിംഗ് കൊടുത്തത്, എന്റെ മിസൈല് നിങ്ങളുടെ തലസ്ഥാനം അടിച്ചു തെറിപ്പിക്കുമെന്ന് പറഞ്ഞത്. ഇവരാരെങ്കിലും പങ്കെടുത്ത, അതുകൊണ്ട് ഈ പോളണ്ട് എങ്ങാനും അറിഞ്ഞോ അറിയാതെ ഒരു വെടിവെട്ടിച്ചാൽ പോലും നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തേക്ക് പോകാം. അതല്ലാതെ പോകില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പുടിൻ. പുടിൻ ഈ മാരകമായ 2 മിസൈലുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് യുക്രൈന്. അന്നേരം പുടിൻ പറഞ്ഞത്, ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാശ്ചാത്യ ശക്തികൾ ഉക്രൈന്റെ പിന്നിൽ ആയുധങ്ങളും കൊടുത്ത് നിൽക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അമേരിക്കയുടെ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത്. ഉക്രൈൻ UKയുടെയും അമേരിക്കയുടെയും ഡ്രോണുകളും മറ്റും ആയുധങ്ങളുമാണ് അന്ന് അവർ ഉപയോഗിച്ചത്. ആ മിസൈലിന് ഒരു പേരുണ്ട്, ആ മിസൈലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി നാറ്റോ ആണ് ഇത് ഡയറക്റ്റ് വരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മൂന്നാം ലോക മഹായുദ്ധം വരും. കാരണം പുടിന്റെ ഒരു മൈൻഡ് ഒന്നും ഈ രീതിയിലേക്ക് ആയിരിക്കത്തില്ല. കാരണം പുടിനെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു വിഷയം തന്നെയായി മാറും. കാരണം റഷ്യ എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് അല്പം തകർച്ച ഉണ്ടെങ്കിലും ഇപ്പോഴും ലോകത്തിലെ നമ്പർ 1 ശക്തി തന്നെയാണ്. അമേരിക്കയെ പോലെ തന്നെ റഷ്യയും അവർക്ക് വലിയ ആയുധ സമ്പത്തും ആയുധ ബലവും എല്ലാം ഉള്ള ഒരു രാജ്യം തന്നെയാണ്. പിന്നെ അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അവർ ഈ യുദ്ധത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം അവരുടെ തന്നെ ജനമാണ്, അതിനെ ചെയ്യില്ല എന്ന് അവർ നേരത്തെ എടുത്തൊരു നിലപാടാണ്. പക്ഷെ ഈ നാറ്റോയാണ് അതിൽ വരുന്നതെങ്കിൽ ഇതെല്ലാം പാടെ മാറി മറിയും. ഇതുകൊണ്ട് ഈ അങ്ങനെ ഒരു യുദ്ധം നടന്നാൽ അതിനകത്ത് ഒരുപാട് കെടുതികൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇടക്കാലത്തായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു വലിയ ബന്ധമുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും ഒക്കെ തമ്മിൽ. അതെല്ലാം തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഒപ്പം തന്നെ ഈ പൈപ്പ് ലൈനുകളുണ്ട്, അനവധി പൈപ്പ് ലൈനുകൾ ഈ രാജ്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. ജർമ്മനിക്കും UK-ക്കും വരെ പ്രകൃതിവാതകം ലഭ്യമാകുന്നത്, ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ലഭ്യമാക്കുന്ന റഷ്യയിൽ നിന്നാണ്. ഈ ലൈനുകളൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. കാരണം വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക തകർച്ച ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങൾ എന്നല്ല, ഒരു യുദ്ധം വ്യാപകമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു തിക്തഫലം ഇന്ത്യയും ചൈനയും അടക്കം എല്ലാ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥ വരും, ട്രേഡിംഗ് നടക്കാത്ത അവസ്ഥ വരും, എല്ലാവരും മുഴുപട്ടിണിയിലേക്ക് പോകേണ്ട അവസ്ഥ വരും. അപ്പൊ ഒരു യുദ്ധം നടക്കുക എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തായാലും, ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രമായതുകൊണ്ടാണ് നമുക്കതിന്റെ ഒരു തിക്തഫലം അനുഭവിക്കാൻ പറ്റാത്ത. പക്ഷെ എന്നിട്ടും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്കും. കാരണം നമ്മൾ ഈ ഇറാന്റെ കയ്യിൽ നിന്നും, ഇറാനെയും റഷ്യയൊക്കെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അതുപോലെ തന്നെ ചബ്ബാർ തുറമുഖം നടത്തിയപ്പോഴൊക്കെ അമേരിക്കയ്ക്ക് കലിപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരാഴ്ചക്ക് മുമ്പായിരുന്നു ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നമ്മുടെ 4 ഷിപ്പുകൾക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പൊ നമുക്കും ഈ ട്രേഡിംഗ് നടത്തുന്നതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഷിപ്പിനും മറ്റുമൊക്കെ ഈ നിരോധനം ഏർപ്പെടുത്തിയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷിപ്പുകൾക്ക് മറ്റ് രാജ്യങ്ങൾ ഡോക്ക് ചെയ്യാനുള്ള അനുമതി കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കും, നമുക്കിപ്പോ അമേരിക്കയുടെ നിരോധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നമാണ്? ഇപ്പൊ നമ്മള് ഇറാനിൽ നിന്ന് ഇപ്പൊ എണ്ണ ഇറക്കുമ്പോൾ നമ്മൾ കപ്പലും കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഷിപ്പ് അതുവഴി കടന്നു വരുമ്പോൾ പല രാജ്യങ്ങളിലും ഇത് ഡോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, നങ്കൂരം ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് അമേരിക്കയുടെ വാണിംഗ് കിട്ടിയിട്ട് നിൽക്കുന്ന രാജ്യമാണ്, നിരോധനം കിട്ടിയിട്ട് നിൽക്കുന്ന രാജ്യമാണെങ്കിൽ നമ്മുടെ ഷിപ്പിന് അവർ നങ്കൂരം അനുമതി കൊടുക്കില്ല. അത് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, പുതിയ ട്രേഡിംഗ് ഈ രാജ്യങ്ങളെയൊക്കെ ഒഴിവാക്കി വേറെ ട്രേഡിംഗ് റൂട്ട് തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഇരട്ടി ചെലവാണ്. അപ്പൊ നമുക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ അമേരിക്കയുടെ ഉപരോധവും കാര്യം. നമുക്ക് ഉപരോധം ഇല്ലെങ്കിൽ പോലും ഈ ഉപരോധം മറികടന്നിട്ടാണ് മോദി പോയിട്ട് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് നമുക്ക് തോന്നും ഈ ഉപരോധം, അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചാൽ നമുക്കെന്താ, നമ്മൾ ഈ സാധനം കൊണ്ടുവരേണ്ട വഴിയില്ലേ? ഈ കപ്പലെന്ന് പറഞ്ഞ സാധനം പറന്നു വരുന്നൊരു സാധനമല്ല, ഇതിനൊക്കെ ഡോക്കിംഗ് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി വഴിയാണ് കടന്നു പോകുന്നത്. ആ രാജ്യം പറയുകയാണ് നിരോധനം ബാധകമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഷിപ്പ് ഞങ്ങളുടെ സമുദ്രാതിർത്തി വഴി കടന്നു പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ കൂടെയാണ് പിന്നെ പോകേണ്ടത്? കപ്പൽ ഓടുന്നൊരു കപ്പൽച്ചാലുണ്ട്, ഒരു റൂട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ നമ്മുടെ വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ട് ഓടിക്കുന്ന കണക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പീഡ് ലോഞ്ച് ഓടിക്കുന്നതൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിക്കുന്ന പരിപാടി അല്ലല്ലോ. എല്ലാത്തിനും ഒരു റൂട്ടുണ്ട്, വിമാനം പോകുന്നതിനും ഒരു റൂട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വ്യോമപരിധി ഉപയോഗിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമുദ്രാതിർത്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന് മറ്റു രാജ്യങ്ങൾ പറഞ്ഞാൽ, കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഈ ഷിപ്പ് വരുന്നിടത്തെല്ലാം അമേരിക്കൻ നമ്പി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഉപരോധം വന്നാൽ എല്ലാവർക്കും അത് ബാധിക്കും. യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. നമ്മളൊക്കെ ഒരു കോവിഡിന് ശേഷം ഒന്ന് പച്ചപിടിച്ച് വരുന്ന, ഒരു ഗതി പിടിച്ച് വരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പം ഈ യുദ്ധം കൂടെ വന്നാൽ ഏതാണ്ട് ഒരു പൂർണ്ണമായി തകരും. യൂറോപ്പിനെ സംബന്ധിച്ച് അവരുടെ സർവ്വനാശമായിരിക്കും ഈ യുദ്ധം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പുതിയൊരു ചേരി ലോകത്ത് രൂപപ്പെടും. അത് ഈ നമ്മുടെ കിഴക്കൻ ഏഷ്യയിൽ നിന്നായിരിക്കും ചേരി രൂപപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ കൂടെ ചേർന്ന്, ഒരുപക്ഷെ അതിലേക്ക് അമേരിക്ക കൂടി കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രം ഒരു സൈഡിൽ യൂറോപ്യൻ രാജ്യങ്ങളും മറു സൈഡിൽ അമേരിക്കയും റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പുമായിട്ട് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ അങ്ങനെയും മാറാം. കാരണം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ഓരോ ദിവസവും മാറി മറിഞ്ഞു പോകുന്നത്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.